ഹായ് ഫാമിലി, നമുക്കിന്നൊരു സോസേജ് വെച്ചൊരു കറി ഉണ്ടാക്കാം. കൂടുതലും സോസേജ് പൊരിച്ചായിരിക്കും ആളുകൾ കഴിച്ചിട്ടുണ്ടാകുക. ഞാനും അങ്ങനെയാണ് കൂടുതലും കഴിച്ചിട്ടുള്ളത്. നമുക്കൊരു കറിയാക്കാം. ആദ്യം കുറച്ച് സോസേജ് എടുത്തിട്ടുണ്ട്. അത് തണുപ്പൊളയാനായിട്ട് വെള്ളത്തിൽ ഇട്ടു. അത് കഴിഞ്ഞ ശേഷം ഒരു സോസേജ് 8 മുറിച്ചിട്ടു. ഇനി അത് നമുക്ക് ചെറിയ തീയിലിട്ട് മൊത്തമൊന്ന് വറുത്തെടുക്കാം. ചെറിയ പീസാകുമ്പോൾ പെട്ടെന്ന് അത് മൂത്ത് കിട്ടും. എന്നാൽ ഒരുപാട് മൂത്തും പോകേണ്ട, ലൈറ്റായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ചയൊന്ന് മാറി കിട്ടുന്ന രീതിയിലത് വറുത്തെടുക്കാം. ഇനി അത് ഒരുപാട് മൂത്ത് പോകരുത് കേട്ടോ. പിന്നെ ഈ സോസേജ് പൊരിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല, കാര്യം സോസേജിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അങ്ങനെ ഞാൻ എല്ലാ സോസേജും അത് വറുത്ത് വെച്ചിട്ടുണ്ട്. സെയിം ചട്ടിയിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് അത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ട് അതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം വലിപ്പമുള്ള സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരുപാട് കണ്ട് കുഴയാൻ പാടില്ല. ആ സമയത്ത് നമ്മൾ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. സോസേജിൽ ഉപ്പുള്ളതുകൊണ്ടാണ് ഞാനിതിൽ ഉപ്പിടാതെ. നമുക്ക് ലാസ്റ്റ് അതും കൂടി ചേർത്ത ശേഷം മാത്രം ഉപ്പിട്ടാൽ മതി വേണമെങ്കിൽ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരപ്പിലൊന്ന് വേവിച്ചെടുത്തു. അതിലേക്ക് സോസേജ് ഇട്ടൊരു കുറച്ച് നേരം അടച്ചു വെച്ചിരുന്നുണ്ട്. അപ്പോൾ ഈ സോസേജിൽ ഈ അരപ്പൊക്കെ ഇറങ്ങി സോസേജിൻ്റെ ഉപ്പ് കറിയിലേക്കുമായി. ലേശം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സോയാ സോസ് കുറച്ചൊഴിക്കുന്നു. പിന്നെ തക്കാളി സോസും സോയാ സോസും ഒഴിച്ചാണ് ഞാനത് രണ്ടാമത് മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കുമ്പോൾ ഇതെല്ലാം ആ സോസേജിലോട്ട് ഇറങ്ങും, നമ്മുടെ അരപ്പിൻ്റെ ടേസ്റ്റെല്ലാം. ഇപ്പോൾ ഏകദേശം റെഡിയായി. ഇനി നന്നായിട്ട് അങ്ങനെ നമ്മുടെ യമ്മിയായിട്ടുള്ള സോസേജ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം, ദോശ, അതിൻ്റെ കൂടെയൊക്കെ. ഓക്കെ, താങ്ക് യു.